ബംഗാളിൽ ബി.ജെ.പി. ഭരണം വന്നതിന് ശേഷം ഏറ്റവും അധികം വിഷമിക്കുന്നത് ആരാണെന്നറിയാമോ? അത് നിങ്ങൾ വിചാരിക്കും കേരളത്തിലെ സുഡാപ്പികളായിരിക്കും. എന്നാലല്ല, അത് ബംഗ്ലാദേശികളാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ പശ്ചിമ ബംഗാളിലെ അധികാരമാറ്റത്തോടെ ഇന്ത്യയുമായുള്ള കാലങ്ങളായി നിലനിൽക്കുന്ന ടീസ്ത ജലതർക്കത്തിൽ അയൽരാജ്യമായ ബംഗ്ലാദേശ് ആക്രമണാത്മക നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ടീസ്ത കരാറിനായി ഇന്ത്യയെ കാത്തിരിക്കാൻ തന്റെ രാജ്യത്തിന് ഇനി കഴിയില്ലെന്നും ഈ വിഷയത്തിൽ ചൈനയുമായി കൈകോർക്കാൻ ഇപ്പോൾ തയ്യാറെടുക്കുകയാണെന്നും ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ഉടനെ തന്നെ ചൈനയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്താനിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ നീക്കം നടത്തണമെന്ന് നേരത്തെ തന്നെ ഇവർക്കുള്ളിൽ സംസാരം ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പശ്ചിമ ബംഗാളിൽ അധികാരമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ ഏകദേശം 2 കോടിയോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് അഥവാ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, ബംഗ്ലാദേശികൾ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവരെല്ലാം ബംഗ്ലാദേശിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ ഇതൊരു സമ്മർദ്ദതന്ത്രമാണ്. അതായത് തീസ്ത നദീജല കരാറിന് ബദലായി ഞങ്ങൾ ഇതാ ചൈനയിലേക്ക് പോകുന്നുവെന്ന്, അപ്പോൾ ചൈന ബംഗ്ലാദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇതാ ഔദ്യോഗിക സന്ദർശനം ബംഗ്ലാദേശിന്റെ വിദേശകാര്യമന്ത്രി ചൈനയിലേക്ക് നടത്താനിരിക്കുകയാണ്. സന്ദർശനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവേ തീസ്ത നദീ പദ്ധതി തന്റെ രാജ്യത്തിന് വളരെ പ്രധാനമുള്ളതാണെന്നും ചൈനയുമായുള്ള ചർച്ചകളും അജണ്ടയും ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നും ഇദ്ദേഹം പ്രധാനമായും പറയുന്നുണ്ട്. ബംഗാളിൽ ബി.ജെ.പിയുടെ വിജയവും ബംഗ്ലാദേശിന്റെ മനോഭാവവും നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രപരമായ വിജയത്തിന് ശേഷം ബംഗ്ലാദേശ് നടത്തിയ പ്രസ്താവന വളരെ സൂചനകൾ നൽകുന്നതായി കണക്കാക്കപ്പെടുന്നു. പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നത് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനോട് ചോദിച്ചപ്പോൾ ബംഗാളിൽ പുതിയ സർക്കാർ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല, അവർ എന്താണ് ചിന്തിക്കുന്നതെന്നോ ഭാവിയിൽ എന്ത് ചെയ്യുമെന്നോ അറിയേണ്ടത് എന്റെ ജോലിയല്ല എന്ന് അദ്ദേഹം മറുപടി നൽകി. ഈ വിഷയത്തിൽ ബംഗ്ലാദേശ് ഇനി വെറുതെ ഇരിക്കില്ലെന്നും രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉറച്ചു നിൽക്കുമെന്നും ഇദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.